സാർ അപ്പം എന്താണ് ഞരമ്പ്? ഞരമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് രണ്ടു തരം ഞരമ്പുകളാണ് ഉള്ളത്. ഒന്ന് ബസ്സിലെ ഞരമ്പ്, രണ്ടാമതുള്ളത് ട്രെയിനിലെ ഞരമ്പ്. ഇങ്ങനെ രണ്ടു തരം ഞരമ്പുകളാണ് പൊതുവെ കണ്ടുവരുന്നത്. ഈ സ്ത്രീകൾ ഈ ഞരമ്പിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് സാർ പറയുന്നത്? വീട് എവിടെയാണ്? എന്റെ വീട് കോട്ടയം. കോട്ടയത്ത് വീട്ടില് എത്ര മണിയാവുമ്പോ കിടന്നുറങ്ങും? ഒരു 9 മണിയാവുമ്പോ കിടന്നുറങ്ങും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മമ്മി പപ്പ. ഇത്തരം ചോദ്യങ്ങൾ ശ്വാസം വിടാതെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഉറപ്പായിട്ടും ഞരമ്പാണ്. പിന്നെ അങ്ങനെയുണ്ട്. അപ്പൊ സ്ത്രീകൾ എങ്ങനെ ഈ ഞരമ്പുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? നമ്മുടെ ബസ്സുകളിലാണ് ഈ കൂടുതലും ഈ ഞരമ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഞരമ്പ് ബസ്സുകളിൽ നമുക്ക് ഇതിൽ നിന്നും പ്രതിവിധി, സ്ത്രീകൾക്കുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആങ്ങളമാരുടെ കൈവണ്ണയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളിത് വാൾപേപ്പർ ആയിട്ട് മൊബൈലിൽ സ്ത്രീകൾ സെറ്റ് ചെയ്തേക്കണം. അപ്പൊ ഈ ഞരമ്പുമാരെ അടുത്ത് വന്നിരിക്കുമ്പോ നമ്മൾ ഈ മൊബൈൽ വാൾപേപ്പർ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഒരുവിധമുള്ള ഞരമ്പുകളൊക്കെ ആണെങ്കിൽ ചുരുങ്ങേണ്ടതാണ്. പിന്നെ എങ്ങനെ ഇത് അനുഭവം എങ്ങനെയാണ്? അങ്ങനെയല്ലേ എന്റെ കുറെ ഞരമ്പുകളുടെ ഒരു സാർ